ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. നമ്മുടെ റെസ്റ്റോറൻറ്റ് റീബിൽഡ് ഓൺലൈൻ പ്രയറിൻ്റെ 19ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നെഹമ്യാവിൻ്റെ ആലയം പണിയുമായിട്ട് ബന്ധപ്പെട്ട്, മതിൽ പണിയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ നിയമസഭകളെ ആക്രമിക്കാൻ സാധ്യതയുള്ള പിശാചിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി അതിനെതിരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ 19ാമത്തെ ദിവസം ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക വന്ദനം പറയുന്നു. ഞങ്ങൾ ഈ പറയുന്ന കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ട് പ്രാർത്ഥിക്കുക. വിനിത, ഈ പ്രത്യേകിച്ച് ദൈവസഭയെ, പുതിയ നിയമസഭയെ പിശാച് വശീകരിച്ച് നശിപ്പിക്കുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട മേഖലയാണ് എനിക്ക് മനസ്സിലായത് കൃപാവരങ്ങളുടെ ദുരുപയോഗം. അത് കാരണം ഉണ്ടാകുന്ന സ്പിരിച്വൽ അബ്യൂസ്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ തന്നെ കള്ളപ്രവചനം പറഞ്ഞ് നെഹമ്യാവിനെ തളർത്താൻ നോക്കുന്നുണ്ട്. വ്യാജ ദർശകന്മാർ എന്ന് പറഞ്ഞേക്കുന്നത്. വ്യാജ ദർശകന്മാർ വന്നിട്ട് ദൈവാത്മാവിന്റെ പേര് പറഞ്ഞ് ദൈവത്തിന്റെ പണിയെ നിർത്തിക്കളയുന്ന മേഖലകളുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഈ പ്രവചനവരം അതിശക്തമായ ഒരു ഓഫീസാണ് പ്രൊഫറ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഓഫീസാണ് പ്രൊഫറ്റിക്കൽ ഓഫീസ്. പഴയ നിയമത്തിലും പ്രവാചകനുണ്ട്, പുതിയ നിയമത്തിലും പ്രവാചകൻ. പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്പോക്സ്മാനാണ്, ദൈവത്തിന്റെ വായാണ് അവൻ. ഈ ദൈവത്തിന്റെ വാ പിശാചിന്റെ വായാൽ രണ്ട് നിലയിലാണ് അതിന്റെ റിസൾട്ട് വരുന്നത്. രണ്ട് നിലയിലാണ് റിസൾട്ട് വരുന്നത്. ദൈവത്തിൽ നിന്നുള്ള പ്രവചനം പണിയും, ദൈവത്തിനുള്ള പ്രവചനം പണിയും, പിശാചിൽ നിന്നുള്ള പ്രവചനം നശിപ്പിക്കും, ഇടിച്ചു കളയും, ഭിന്നിപ്പിക്കും, ഭിന്നത ഉണ്ടാക്കും, ഇടിച്ചു കളയും. അപ്പൊ സത്യത്തിൽ പ്രവചനപരം എന്തിനാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രവചനപരം കുരിന്ത്യലേഖനം പഠിക്കുമ്പോൾ പ്രവചനം സഭയ്ക്കകത്തുള്ളതാണ് പ്രവചനം. ദൈവസഭയുടെ ആത്മീക വർധനവിന് വേണ്ടിയാണ് പ്രവചനം. പക്ഷെ ഇന്ന് ആളുകളുടെ ആ ആവശ്യം പ്രമാണിച്ച്, ആളുകളുടെ ഈ നീഡ് പ്രമാണിച്ച് ഭാവി പ്രവചിക്കുക, അല്ലെ ഭാവി, അതായത് സാധാരണ മറ്റ് വിശ്വാസങ്ങളിൽ നിന്നുള്ളവർക്കുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് പലപ്പോഴും പ്രവചനത്തെ ആളുകൾ കാണുക. തന്നെയല്ല, ഈ പ്രവചന വരം എന്തിനാണ് എന്ന് മനസ്സിലാക്കണം. വിനിതായ്ക്ക് ഒരു പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ അത് ദൈവരാജ്യം പണിയാൻ വേണ്ടിയാണ്. വിനിതായുടെ ഒരു പേഴ്സണൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ വിനിതയെ വലുതാക്കാനോ, അല്ലെങ്കിൽ എനിക്കൊരു പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ അത് എന്നെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമല്ല. ഇപ്പോഴത്തെ കൃപാവരങ്ങളുടെ പ്രശ്നം എന്ന് പറയുമോ, കൃപാവരപ്രാപ്തൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ആ വ്യക്തിയാണ്. മനസ്സിലാവുന്നുണ്ടോ? കൃപാവരപ്രാപ്തൻ, രോഗശാന്തി വരപ്രാപ്തൻ. നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത് യേശുക്രിസ്തുവിനെയാണ്. ഓരോ ഗിഫ്റ്റും ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത് ആ ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ ഹീറോ ആക്കാനല്ല. മനസ്സിലാവുന്നുണ്ടോ? ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് എപ്പോഴും ഒരു ഫെയിം കിട്ടും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെ ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കരുത്. അതുകൊണ്ടാണ് ഒത്തിരി കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിനെ വിവേചിക്കുന്ന ആൾക്കാർ, വിവേചകന്മാർ ചർച്ചിന്റെ അകത്തുണ്ടെങ്കിൽ ഇതിനെ നേരിട്ടൂടെ? ദൈവവചന അടിസ്ഥാനത്തിലല്ലാത്ത പ്രവചനത്തെ മനസ്സിലാക്കാനുള്ള വിവേചനപരം. വിവേചകന്മാർ, പ്രൊഫറ്റിക്കൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഭാവി പറയുന്നയാളല്ല. പ്രവാചകന്റെ ഓഫീസാണ് പണിയുക എന്നുള്ളത്. പണിയുന്നവനാണ് പ്രവാചകൻ. റെസ്റ്റോർ ചെയ്യും, റീബിൽഡ് ചെയ്യും. ഒരു പ്രവാചകൻ ഒരു സഭയിലുണ്ടെങ്കിൽ റെസ്റ്റോറേഷൻ നടക്കും. ഈ നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ ഇരമ്യാ പ്രവാചകൻ എന്തിനെ എഴുന്നേൽപ്പിച്ചേ? അവർ പ്രവാസത്തിലേക്ക് പോയ ആ ജനത്തെ പ്രവചിച്ച് റെസ്റ്റോർ ചെയ്ത് ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് പ്രവാചകൻ. യെശയ്യാവിനെ എന്തിനാ എഴുന്നേൽപ്പിച്ചേ? ആമോസിനെ എന്തിനാ എഴുന്നേൽപ്പിച്ചേ? യെഹെസ്കേലിനെ എന്തിനാ എഴുന്നേൽപ്പിച്ചേ? ഓരോ കാലഘട്ടത്തിലും പ്രവാചകനെ എഴുന്നേൽപ്പിക്കുന്നത് അവനെ ദൈവത്തിലേക്ക് ജനത്തെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. പുതിയ നിയമത്തിലും പ്രവാചകന്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഇപ്പം പ്രവാചകൻ എന്താ ചെയ്യുന്ന അറിയാം? ഇപ്പോഴത്തെ പ്രവാചകന്മാർ ദൈവത്തിലേക്ക് കൊണ്ടുവരാതെ അവരിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ദൈവത്തിന്റെ അതിശ്രേഷ്ഠ വരത്തെ അവർ അബ്യൂസ് ചെയ്യാൻ, വില കുറച്ച് കാണുക. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഈ 19ാമത്തെ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥന, കർത്താവേ, നമ്മുടെ ആരുടെയും സഭകളിൽ ഞങ്ങൾ അതിനെ അനുഭവിച്ചിട്ടുള്ളത്, നമ്മൾ അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കള്ളപ്രവാചകന്മാരുടെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കള്ളപ്രവാചകന്മാരെ കയ്യോടെ പിടിച്ച് ഞാൻ അവരുടെ ആ കാര്യം പറഞ്ഞ കാരണത്താൽ എന്നെ ആളുകൾ ഭയങ്കര വിഷയം വിനിത. ഇപ്പം വിനിത ഒരു
കള്ളപ്രവാചകിയാണെങ്കിൽ എനിക്കിത് ആരോടും പറയാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഒറ്റപ്പെട്ടു പോകും. അതിന് വിനിതയുടെ കൂടെ നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ പല മേഖലയിൽ ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് ഭയമോ പേടിയോ ഒന്നും എനിക്കില്ല. ഒരു 3 പേരെ ഞാൻ കയ്യോടെ പിടിച്ച് അവർ ഫോൾസ് പ്രോഫറ്റ് ആണെന്ന് തെളിവ് സഹിതം പിടിച്ച് ഞാൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്പിരിച്വൽ ലീഡേഴ്സിനോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അവര് ഇതിനെ നേരിടാൻ കഴിയത്തില്ലേ? ആ സ്പിരിച്വലി നേരിടാനുള്ള ആത്മീയ ധൈര്യം വേണം. ഒരു ആത്മീയ ധൈര്യം വേണം. നമ്മള് നേരിട്ടുള്ള കൺഫ്രണ്ട് ചെയ്യുന്നതിന് ഉപരിയായിട്ട് സ്പിരിച്വലി അതിനെ നേരിടുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം. അത്തരത്തിലുള്ള കൃപാവരങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന മേഖലകളെ പിശാചിന്റെ വഞ്ചനയിൽ പെട്ടുപോയി. അത് പിശാചിന്റെ വഞ്ചനയാണ്. പിശാചിന്റെ വഞ്ചനയിൽ പെട്ടുപോയി കൃപാവരങ്ങളെ ദുരുപയോഗം ചെയ്താൽ ഒരു മേഖലയെ ഇടിച്ചു കളഞ്ഞിട്ട് പിശാചിന് പെട്ടെന്ന് ആ സഭയ്ക്കകത്ത് കയറാൻ പറ്റും. മനസ്സിലായില്ലേ? ഇസബേലിയ മണ്ഡലത്തിന് പെട്ടെന്ന് അവിടെ കയറാൻ പറ്റും. ഈ 19ാമത്തെ ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ കൃപാവരങ്ങളുടെ മൂല്യം മനസ്സിലാക്കി അതെന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകനും ദൈവത്തിന്റെ വായ നിൽക്കുന്ന ആളുകൾ ഈ ദിവസങ്ങൾ എഴുന്നേൽക്കട്ടെ. അവർ പ്രവാസത്തിൽ കിടക്കുന്ന സഭകളെ ആത്മാവിൽ തിരിച്ചു പിടിച്ച് ദൈവ സഭയെ പണിയട്ടെ. അതിനുള്ളൊരു ദൈവിക ഗ്രേസ് ഉണ്ടാകട്ടെ. ഈ 19ാമത്തെ ദിവസം സ്വർഗത്തിന്റെ വാതിൽ നിങ്ങളുടെ ലൈഫിൽ തുറന്നു കിടക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.